നോമ്പ് തുറക്കുന്ന സമയത്ത് എരിവുള്ള സ്നാക്ക് കഴിക്കാനായിരിക്കില്ലേ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക. അത് എണ്ണയിൽ മുക്കി പൊരിക്കാത്ത സ്നാക്കും കൂടെ ആയാൽ ഒന്നും കൂടെ ഉഷാറായി. അപ്പോൾ അതുപോലുള്ളൊരു അടിപൊളി ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇളം ചൂടുള്ള പാകത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് മുകളിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ 2 സവാള ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റി കറിവേപ്പിലയും ചേർത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അവസാനം ഇതിലേക്ക് പൊരിച്ചെടുത്ത ചിക്കന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് മല്ലിയിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നീളത്തിൽ പരത്തിയിട്ട് സെൻറ്ററിലായിട്ട് മയോണൈസ് പുരട്ടി കൊടുത്തിട്ട് അതിന് മുകളിലേക്കായിട്ട് ചിക്കൻ കൂട്ട് ചേർത്തിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് ഓരോന്നായിട്ട് ചേർത്തിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും റെഡിയായിട്ട് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി സ്നാക്കാണ്.